ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു പാനിലോട്ട് 1 കപ്പ് പാലും പിന്നെ കുറച്ച് സവാളയും പിന്നെ കുറച്ചധികം മല്ലിയിലയും പിന്നെ 2-3 പച്ചമുളകും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലോ അല്ലെങ്കിൽ തണുത്ത പാലോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി അതിലേക്ക് ഒരു കുഞ്ഞ് സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർക്കുന്നുണ്ട്. ഒരുപാട് കനം കുറച്ചൊന്നും അരിയേണ്ട കാര്യമില്ല, അത്യാവശ്യം കനത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞ് ചേർക്കാവേ. ഇനി അതിലേക്ക് കുറച്ചധികം മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ, അല്ലെങ്കിൽ കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാനുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ മല്ലിയില ഒഴിവാക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് പിന്നെ ഒന്ന് വറ്റി, ഈ പാലൊക്കെ ഒന്ന് വറ്റി ഇതെല്ലാം ഒന്ന് വെന്ത് വരണേ. അപ്പോൾ ദാണ്ടെ തിളച്ച് ഇതുപോലെ ഒന്ന് പൊന്തി വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് പൊന്തിങ്ങി വെളിയിൽ പോകും. ഇത് പാലായതുകൊണ്ട് തന്നെയും നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പറ്റൂല. ഇതുപോലെ അടുത്ത് നിന്ന് തന്നെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ മിക്സാക്കി ഇതെല്ലാം ഒന്ന് വറ്റിച്ച്, അതായത് ഈ പാലൊന്ന് വറ്റിച്ച് ഒന്ന് എടുക്കാം. ഇപ്പോൾ ദാണ്ടെ എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ കറണ്ട് പോയിട്ടോ, അതാണ് പെട്ടെന്ന് ലൈറ്റ് പോയത്. ഇത് ഫോണിൻ്റെ ലൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്, പക്ഷേ കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ദാണ്ടെ ഇപ്പം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ദാണ്ടെ ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചായിരുന്നു. ഇനി ഒരു പാനിലോട്ട് ഒരു പീസ് ബട്ടർ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ മെൽറ്റാക്കി എടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ ദാണ്ടെ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എല്ലാം മിക്സിയുടെ ജാറിൽ അടപ്പിലുള്ളതും എല്ലാം കൂടെ ഇതിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മളൊന്ന് വേവിച്ചെടുത്തതാണെങ്കിലും ആ ബട്ടറിലിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വേവിച്ചെടുക്കണേ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ബട്ടറിൽ ഇതൊന്ന് മൂപ്പിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കറി കഴിക്കാനായിട്ട്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തികച്ച് ചേർക്കുന്നില്ല, ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ അത് 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ തന്നെ പേസ്റ്റ് അല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പാലിലിട്ട് സംഭവങ്ങളൊക്കെ വേവിച്ച സമയത്ത് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വേവിച്ച് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പേസ്റ്റാണുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ചേർത്തു. ഇനി നല്ല പോലെ എല്ലാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. പിന്നെ ഇതിൽ ഒരുപാട് അങ്ങ് ലൂസായിട്ടിരുന്നാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അത്യാവശ്യം നല്ല കുറുകിയിരിക്കുമ്പോഴാണ് കറി കഴിക്കാൻ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ചേർത്തിട്ട് എല്ലാം കൂടെ ഇതുപോലെ ഗ്രേവിയായിട്ട് ആ മസാലയായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്.
ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത്. നമ്മൾ നോമ്പ് സമയമൊക്കെ അല്ലേ, ഇഫ്താറിനൊക്കെ എന്നും ചിക്കനും ബീഫൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് പറ്റിയൊരു കറിയാണ് ഇത്. അപ്പോൾ അതാണ്ട് മിക്സ് ആക്കിയിട്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണേ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിനകത്തേക്ക് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. കാര്യം ഗ്രേവി ഒന്നും ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ മുട്ടയിൽ ചെറുതായിട്ട് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ദാണ്ട കണ്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ വറ്റിയിട്ടുണ്ട്. മസാലയൊക്കെ ഏകദേശം മുട്ടയിലൊക്കെ ഒന്ന് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ചെറുതായിട്ട് നമ്മൾ ആ ബട്ടറൊക്കെ ഒന്ന് തെളിഞ്ഞ് എണ്ണ പോലെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫാക്കാം. കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മുട്ടക്കറി എപ്പോഴും ഉണ്ടാക്കുന്ന രീതി വിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.